ഇത് ഏത് നേരവും എന്റെ കയ്യിൽ ഇങ്ങനത്തെ പറഞ്ഞുണ്ട്. കണ്ണാടി പിടിച്ചു നോക്കുന്ന പരിപാടി. പറഞ്ഞ ഞാൻ മേടിച്ചു. ഇടിയപ്പം മേക്കറുണ്ട്. ഇതെന്താ സാധനം? ചിരവ. ദൈവമേ, ചിരവ വരെ കിട്ടിയത് കൂടുതൽ അമ്മൂന്റെ സാധനങ്ങളാണ്. മേക്കപ്പ് സാധനങ്ങളാണിത്. ലിപ്സ്റ്റിക്ക്. അല്ല, ഇതൊക്കെ എങ്ങനെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകണം? എനിക്കൊരു ഐഡിയ കിട്ടണല്ലോ. ബൂസ്റ്റ്, ഹോർലിക്സ്, തേങ്ങ, മാങ്ങ എല്ലാ സാധനം എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് പ്രാന്ത് തരണം. ദൈവമേ, അടുത്ത പെട്ടിയിലേക്ക് പോകാൻ നല്ലത്. കർട്ടനൊക്കെ എവിടെ ഇടാൻ? അപ്പൊ അതിന് മറ്റേ ഇതിലുണ്ട്. ഇനി അതിന് മറ്റേ കമ്പിയൊക്കെ. എന്റെ പൊന്നെ, ഈ ജാതി ഓളങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ ഉദ്ദേശം? പണ്ട് നമ്മൾ ശാലയുടെ ഒരു പെട്ടി പാക്ക് ചെയ്ത പോലെ ഇപ്പൊ ഒന്നല്ല അല്ലെ, 3 പേര് ഇപ്പൊ തിരിച്ച് അയർലാൻഡിലേക്ക്. 4 വലിയ പെട്ടി, 2 ചെറിയ പെട്ടിയായിട്ട് ഇവിടുന്ന് അയർലാൻഡിലേക്ക് പോവുകയാണ് നമ്മുടെ ആൻജോസും കുട്ടികളും. നമ്മൾ ഇത്താക്ക് ഒഴിച്ചിട്ട് ബാക്കിയല്ലായിരുന്നു. അത്ര സന്തോഷം നമുക്ക് ഇല്ലെങ്കിൽ പോലും അതെ, നമ്മള് പാക്ക് ചെയ്യുവാണെന്ന് വല്ലാത്തൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം അമ്മു അപ്പു എന്ന് പറയുന്നത് 2 പേരും പോവാണ് ആൻജോന്റെ ഒപ്പം. അവർ കാരണവന്മാരുടെ ഒപ്പം ജീവിക്കട്ടെ അല്ലേ, നമ്മുടെ സങ്കടം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നിയർ അബൌട്ട് 2 ലക്ഷം രൂപയുടെ പർച്ചേസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ എത്ര ബാഗുണ്ട്? വലിയ പെട്ടികൾ എത്രയുണ്ട് അല്ലേ? ഞാൻ പറയട്ടെ, ഇത് എത്ര ബാഗുണ്ട്? 4 വലിയ ബാഗുണ്ട്. പിന്നെ 2 ക്യാബിൻ എന്ന് വെച്ചാൽ ചെറിയ ബാഗാണ്. അതേ ഇരിക്കുന്ന ബാഗ് കണ്ട, അങ്ങനത്തെ ചെറിയ ബാഗ്. ഇതൊക്കെ കൂടി ആഞ്ചോണ് കൊണ്ടുപോകണം. പിന്നെ 2 പിള്ളേർ. വെളുപ്പിന് ഫ്ലൈറ്റ്. ഇനി അധികം ദിവസമില്ല, 1-2 ദിവസങ്ങൾ മാത്രം. അത് കഴിഞ്ഞാൽ അവർ പോവുകയായിട്ട് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ വേഗം ആയിക്കോട്ടെ. ഇത് കുറച്ച് പോകാതിരിക്കാൻ എന്തൊക്കെ വാങ്ങിച്ചിട്ടുള്ള വേഗം കാണിച്ച് അവസാനിപ്പിക്കും. ഇപ്പോൾ പുറത്ത് പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ വക സാധനങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. പോകുന്നവർ ഓക്കെ 1 by 1 ആയിട്ട് കാണിച്ചു സമയം. അയർലാൻഡ് ബ്രായ എവിടെയെങ്കിലും ആട്ടെ. അപ്പോൾ രാത്രി 2:30 അത് കാണിക്കപ്പോ വേട്ടെ. ആദ്യം തന്നെ ഹെവി ബോഷാണ്. ആഞ്ചിക്ക് ചെറിയതൊന്നും പോരാ. മിക്സർ ഗ്രൈൻഡർ പവർ വേണമെന്ന് പറഞ്ഞാൽ ബോഷൻ എടുത്ത് വെച്ചാൽ മതി. ബോഷ് കാണിച്ചേ 1000 വാട്ടിന്റെ ബോഷൊക്കെ എടുത്തുകൊണ്ടാണ് പോണത്. ഇതിനൊക്കെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അവിടെ സംഭവിക്കാൻ പോണത്? അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന്റെ പ്ലഗ് ഉണ്ടാവില്ല. അത് വാങ്ങിച്ചാ തീപ്പൊരി സാധനം. കറണ്ട് കാശ് അതേമാതിരി തീപ്പൊരിയായിട്ട് വരും. എന്നിട്ടത് കൊണ്ടാട്ടോ അതൊക്കെ കഴിക്കുക. ഓക്കെ ജാറ്. വേഗം ആയിക്കോട്ടെ കൊറേ പോകുമോ അല്ലെങ്കിൽ. എന്നിട്ട് മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് എന്തോ പുളിയോ അച്ചാറ്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാ? അച്ചാർ ഇവിടെ ഉണ്ടാക്കിയതാ? ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ. ഇത് ജിഞ്ചർ കോഫി, തൊണ്ടവേദനയ്ക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് അതും കരുതിയിട്ടുണ്ട്. ഉണക്കമീനാളാണ് ശാലു. പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അടുത്ത സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മള് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റിയ കണ്ടെയ്നർ. നന്നായിട്ടുണ്ട്. നമ്മളിവിടെ മേടിച്ച് ഉപയോഗിക്കണം കണ്ടപ്പോ ആൻസറിന് കൊതി തോന്നിയിട്ട് വാങ്ങിക്കുന്ന സാധനമാണ്. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. പ്രൈം ആയതുകൊണ്ട് പെട്ടെന്ന് വരേണ്ടി ചെയ്തു. ഇതും കൊണ്ടാട്ടമാണല്ലോ. മഞ്ഞ് കുടിക്കാമെങ്കിൽ ഇത് വരെ മതിയല്ലോ. ഇത് പുട്ടുപൊടി. ഇതെല്ലാം കുറെ മേടിച്ചതാ. പക്ഷെ ഇതിന്റെ ഒക്കെ പകുതി നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അരിപ്പൊടി. ഇത് അപ്പത്തിന്റെ പൊടി, ഇത് പുട്ടിന്റെ പൊടി, ഇതും പുട്ടുപൊടി. ഒരു പ്രാവശ്യം അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പപ്പൊടി UK പോയാലല്ലേ പറയൂ. അല്ല, ഞാൻ പറഞ്ഞ വെയിറ്റ് കൂടുതലാണെങ്കിൽ ആ വക സാധനങ്ങളായിട്ട് ആദ്യം അവോയ്ഡ് ചെയ്യണ്ട കേട്ടോ. അതൊക്കെ മുകളിൽ തന്നെ വെക്കുള്ളൂ. അവോയ്ഡ് ചെയ്യുന്ന സാധനങ്ങൾ ഏറ്റവും മേലെ വെക്കേ. അറേഞ്ച് ചെയ്തൊക്കെ പുട്ടുപൊടി. കാരണം നമ്മുടെ പിള്ളേർക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൂനും അമ്മൂനും നല്ല തള്ളാണ് അത് കാരണം. അടുത്ത എടുത്തിട്ട് പിന്നെ
കഞ്ഞിയാണ് കൊണ്ടുപോകണ്ട. കഞ്ഞിയുടെ ആളാണ്. എന്താണ് കുരുമുളക്, നമ്മുടെ സ്വന്തം ബ്ലാക്ക് ഗോൾഡ്. നമ്മുടെ സ്വന്തം തോമാച്ചന്റെ വകയാണ് ഏലം കുരുമുളക്. അതെ അതെ അതെ, എല്ലാ കുരുമുളകും നമുക്ക് മൂന്നാറിൽ നിന്ന് അങ്ങ് വന്നാണ്. ഇതിന് പക്ഷെ ഒറിജിനൽ സാധനം, നല്ല മണം അറിയാൻ പറ്റുന്നുണ്ട്. ഒറിജിനൽ സാധനം ഏലം. പാലുകളങ്ങര ഏലമാണ്. അതെ, ഞങ്ങളുടെ ഫാമിലി ഏലം ഉണ്ട്. അതെ, ആ ഇത് കുറെ ഇത് ആഞ്ചൻ എനിക്കത് ഏപ്രിലിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാ. ആഞ്ചനത് ദുബായിൽ നിന്ന് വന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അല്ല ഉണങ്ങി 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 ഭയങ്കര ചുക്കല് പോലെ. ഇപ്പൊ ഇച്ചിരി ഉണക്കം കൂടിയോന്ന് സംശയം. ബീഫ് ഉണക്കിയത് ബീഫൊക്കെ കുഴപ്പമില്ലല്ലോ. കൊണ്ട് ഒരു പ്രാവശ്യം ചെയ്യിക്കാട്ടോ. ഈ ബീഫ് ഉണക്കിയത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കാം. പൊടി ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ വെച്ചത് മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി കുറെ എടുത്തിട്ടുണ്ട്. മുളക് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പരീക്ഷിക്കാന്നറിയില്ല. മുളകാണ് നമ്മുടെ മെയിൻ, ഓൾവേസ് ആസ് ഓൾവേസ്. പിന്നെ വേറെ പച്ചമുളക് ഇത് ഇടികല്ല്, മറ്റേ ഇടികല്ല്, ഇടിക്കണ കല്ലും സാധനം. അപ്പൊ പിന്നെ മിക്സി എന്തിനാ വാങ്ങിച്ചത്? പിന്നെ മിക്സി എന്തിനാ കൊള്ള ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് അവിടെ ചെല്ലുമ്പോ. അച്ചാറ് ഇതൊക്കെ അവിടെ കിട്ടൂല. ബുദ്ധിപരമായിട്ട് മറ്റേ അവിടെ ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. ജ്യൂസ് കുടിച്ച് വെളുക്കാന്നാണ് പ്രതീക്ഷ. കൊള്ളാം. ഫ്രൂട്ട്സ് അവിടെ കുറെ ചെമ്മീൻ പൊടിയാ. അത് വേറെ പറ്റില്ല. ചിലരുടെ ഒരു എന്താ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അവള് പോയപ്പോ 2 കിലോ ഉണ്ടായില്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. ആഞ്ചന നമ്മളെവിടെ പോയപ്പോ ആഞ്ചന എന്നെ വിളിച്ചിട്ട് ഇടി ഈ വരമഞ്ഞൾ എന്താ, വരമഞ്ഞൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് ഞാൻ വരമഞ്ഞൾ ഉണ്ട് കാരണം പാട്ടിൽ കേട്ടിട്ടുണ്ട്. അവളല്ലെങ്കിൽ തന്നെ വെളുത്ത് മറ്റേ പാലിന്റെ നിറമാണ്. ഇനി എന്തിട്ടും തേക്കാനാണ്. ചേട്ടൻ കുഷ്മെടുത്തിട്ട് കാര്യമില്ല. എന്തായിരുന്നു ഇഷ്ടം? ഇത് പുട്ട് ഇല്ലാതൊരു പരിപാടിയില്ല. ഇത് മറ്റേ കുക്കറിൽ വെക്കണം പുട്ട്. ഇതൊക്കെ ആമസോണിൽ വാങ്ങിയതാട്ടോ. നമ്മള് കടയിൽ പോയി ഇത് ഇതാണ് ഗ്രാനൈറ്റ് അല്ലേ? ഗ്രാനൈറ്റ് ഒന്നും ആയിരിക്കില്ല, അത് ഒട്ടിച്ചായിരിക്കും. അതുപോലെ ഇത് ഇൻഡക്ഷൻ ബേസ് ആണ് എല്ലാം മേടിച്ചേക്കുന്നത്. ഇത് പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന കുക്കിംഗ് വീഡിയോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അല്ലേ? രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, 2 പേർക്ക് ഒരുപോലെ ഉപയോഗിക്കാന്ന്. അതെ, അപ്പു ആണെങ്കിൽ പാചകത്തിന്റെ പാത്രങ്ങളുടെ ഭ്രാന്താണ് അപ്പുന്. അവന്റെ പെട്ടിക്കൊണ്ട് നോക്കിയാ രണ്ടിനും കൂടി ഒരടപ്പാന്ന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോട്ടോ. നോക്കി വെക്കണേ അല്ലേടി, രണ്ടിനും കൂടി ഒരടപ്പല്ലേ. പിന്നെ അടുത്ത സാധനങ്ങൾ കാണിക്ക്. പൊടികളാണ്, പൊടി ഐറ്റംസ്. പൊടി, മഞ്ഞപ്പൊടി, ഇതെന്താ പുളി, അതും വേറെ അച്ചാർ. ഇത്ര സാധനമാണ് നമ്മുടെ ഈ പെട്ടിയിൽ വരുന്നത്. കേറിയിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ അടുത്ത പെട്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പെട്ടി വന്നിട്ട് കേട്ടോ. ആ പെട്ടിയുടെ കുഞ്ഞു പെട്ടിയാണ് ഈ പെട്ടി. ഇതിൽ അതിന്റെ അത്ര അത് 25 അല്ലേ? അത് 25 കിലോ ഉണ്ടല്ലേ? 15 ആ സൈഡിൽ തുടങ്ങാം നമുക്ക്. ഇതില് കുറച്ച് പാത്രങ്ങൾ, കുറച്ച് തുണി, എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. അല്ലല്ല, ഇത് ആവി പിടിക്കണം. ഇത് പണ്ട് ശാലു ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാ. ഇതൊക്കെ അവിടെ ചെറിയ യൂറോക്ക് കിട്ടും. ഇതൊക്കെ അങ്ങോട്ട് കയറ്റി എടുത്തിട്ട് പോകണ എന്തിനാണ് ദൈവമേ? നല്ലതാ ഇതില് വെച്ച്. ഓക്കെ, ഇതിന് വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് 3 സെറ്റ് ആയിരുന്നു. നമ്മളാ കണ്ട 3 ഐറ്റം ഉണ്ടായിരുന്നല്ലേ? ആ അറ്റം മരത്തിന്റെ ആണോ? പിടിയല്ലേ, പിടി മരം പോലെ ഉണ്ട്. ഇത് നല്ല ഗ്രാനൈറ്റ്. അത് കണ്ടാ നമുക്കറിയാം. എന്താ ഒരുപാട് വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റില് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് അല്ല, അതെ കോട്ട് ചെയ്താണ്. ഗ്രാനൈറ്റ് വേണമെങ്കിൽ ലിങ്ക് ഒക്കെ നമുക്ക് ഇടാട്ടോ. കാരണം ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മേടിച്ചോട്ടെ. പ്രൊമോഷൻ ഒന്നും അല്ല. കുറ്റം പറയരുട്ടോ. ഇതൊക്കെ ഇൻഡക്ഷൻ ബേസ് ആണ്. നമ്മുടെ വീട്ടിലൊന്നുമില്ല ഇൻഡക്ഷൻ ബേസ്. പക്ഷെ ഇവര് കൊണ്ടുപോകണം എല്ലാം ഇങ്ങനത്തെ അവിടെ.
ആ ഇഡലി പാത്രം ഇത് ഇഡലി പാത്രം കേട്ടോ. പക്ഷെ ഇത് മാത്രമേ ശാലു പ്രത്യേകം മേടിക്കാൻ പറ്റും. കാരണം ഇഡലിയും ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളില് തുറക്കണ്ടല്ലോ, ഒരു 4-5 തട്ടുണ്ട്. നല്ല സാധനം തുറക്കണം. ഇഡലി പാത്രമാണ്. പടമുണ്ടോ? പടവുമില്ല. പിജിയുടെ നല്ല ഇഡലി പാത്രം. പക്ഷെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ അടി. ഇത് അവിടെ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ശാലുവിന് വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. അല്ല, അതിന്റെ താഴെ വെള്ളം വെച്ചിട്ടല്ലേ അതിന്റെ മേലെ ഇത് വെക്കണത്. വെള്ളം ഇതിന്റെ ഉള്ളിലല്ലേ ഒഴിക്കണേ. ഇതിന്റെ ഉള്ളിലാണ് വെള്ളം ഒഴിക്കുക. ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതി അവിടെ ചെന്നിട്ട്. അല്ലെങ്കിൽ മറ്റേ തവ എടുത്ത് വെച്ചിട്ട് തവയുടെ മുകളിൽ ഇത് വെക്കണം. അല്ലേ, തവ വെച്ചിട്ട് തവയുടെ മുകളിൽ ഇത് വെക്കാൻ പറ്റും. ഉണ്ടാക്കി കണ്ടാ മതി. അടുത്തെടുക്ക് അടുത്തെടുക്ക്. ഇതെന്നൊരു സാധനം. അപ്പൂരെ കഞ്ഞി. ഇത് സംഭവം. ഇത് മറ്റേ ഇതാണ്. ഇത് ഇതില് മൾട്ടി പർപ്പസ് ആണിത്. ഇതിന്റെ പെട്ടി ഉണ്ടാവുമായിരിക്കും എവിടെയെങ്കിലും. ഇതൊക്കെ എപ്പോ വാങ്ങിച്ചാണ്? പെട്ടിയുണ്ട്. അല്ല, ഇതൊക്കെ എപ്പോ വാങ്ങിച്ചാണ് കൊണ്ടുപോകാനായിട്ട്? ഇഡലി പാത്രം. ഇത് ഇഡലി പാത്രം. ആ ഓക്കെ, രണ്ടുമുണ്ട്. അപ്പൊ ഇത് തന്നെ ശാല അവിടെ ഇരിക്കുന്ന ഒരു കൊച്ചിനെ കാണിച്ചത്. ഇതിന്റെ വില വന്നിട്ട് 1595. പക്ഷെ അതൊന്നും ഇല്ല, എല്ലാം ഓഫറിലുണ്ട്. ഇത്രയും തട്ടുണ്ട്. നോക്ക്, ഇത്രയും തട്ടുണ്ട്. ഞാൻ എത്ര ആശയം ഉണ്ടാവുന്നു? ഇതിന്റെ ഈ വില ഒന്നും അല്ല. അത് ഫോണിൽ നോക്കേണ്ടി വരും. എന്ന് പറയും. അതാണ് സംഭവം. പിന്നെ ഇത് കറണ്ടിലല്ലേ? ഇത് കൈകൊണ്ട് കറക്കണം. പക്ഷെ അതാണ് ഞാൻ വിചാരിച്ചത്. വ്യത്യാസമുണ്ട്. ഇത്ര വലിയതെന്താന്ന് വിചാരിച്ചു. ഇതിനും പക്ഷെ ഒരുപാട് വലിയ ആയിട്ടില്ല. ഇതും പിജിന്റെ നല്ല സാധനം. ഇത് വെക്കാം. അല്ല, ഇത് അത് ലാസ്റ്റ് കളിക്കാം. ഇത് സംഭവം. ഇത് നമ്മുടെ സ്വന്തം നാളികേരങ്ങൾ. ഇത് ശാലുവിനും അമ്മൂനും. അപ്പൂനില്ല, അപ്പൂന്റെ ഇല്ലല്ലോ ഇതിനകത്ത്. അമ്മൂന്റെ ശാലുവിന്റെ വേണം ബെൽറ്റ്. അപ്പൂനുണ്ട് കേട്ടോ. അപ്പൂന്റെ പക്ഷെ വേറെ കണ്ടാണ്. നാളികേരപ്പൊടി കിട്ടിയതൊക്കെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞെങ്കിൽ ഇത്രയും കൊണ്ടാകാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ. തിന്നുന്നുണ്ട് പാത്രമല്ലാണ്ട്. ഓനോട്ടൊന്നും മേടിക്കില്ലെന്ന് ഉറപ്പുണ്ടോ? എത്ര വലിയ ലിസ്റ്റ് കൊടുത്തിട്ട് നിനക്ക് അതിനെപ്പറ്റി അറിയാനിട്ടാ പറയാ. ഷാജൻ അങ്ങനെയല്ല. ഷാജൻ പറയുന്ന ലിസ്റ്റിലും കൂടുതൽ 2 വെക്കും. കാരണം ഷാജൻ സർപ്രൈസ്. അതാണ് അഞ്ചനോട് ചിലപ്പോ മിക്കവാറും ചെയ്തേക്കും. ഞാൻ പറഞ്ഞ സാധനം ഉണ്ടല്ലേ, ഇതാണ്. ചൂടാറുന്ന വല്ല ഇഡലിയോ ഇടിയപ്പം എന്തൊക്കെയാണ്. മുൾട്ടാന്റെ മെട്ടി 2 പാക്കറ്റ്. ഇതാണ് കസ്തൂരി മഞ്ഞൾ. ഇത് അഞ്ചന കൊറേ അലഞ്ഞു തിരിഞ്ഞത് മേടിച്ചത് കേട്ടോ. പിന്നെ ഇതും കസ്തൂരി മഞ്ഞൾ. പിന്നെ ഇതെന്താ രാസനാദി ചൂർണം. പിന്നെ ഇത് മറ്റേ സാധനത്തിന്റെ ബാക്കിയല്ലേ, ബ്ലേഡുകളാണോ മറ്റേന്റെ. ഇത് ആഞ്ചേട്ടൻ ശാലുവിന് പ്രത്യേകം, ശാലുവിന് മാത്രമാണെന്ന് അറിയില്ല, ആഞ്ചേട്ടൻ കൂടി അറിയില്ല, പ്രത്യേകം പറഞ്ഞു തരാണ്. കുങ്കുമാതി തൈലം. അവന് വേണമെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യാം. അല്ല, ഇത് മേടിച്ചേരാൻ ട്രൈ ചെയ്യാൻ. അല്ല, അതിനെത്ര അധികം പൈസ ഇല്ല, 190 രൂപ. ബെസ്റ്റ്. കേരളത്തിലാണെങ്കിൽ 290, ഔട്ട്സൈഡ് കേരളാണെങ്കിൽ 210. കുങ്കുമം. അല്ലാതെ ഇത്ര കുഞ്ഞു മണപ്പോ നമ്മള് മറ്റേ മാംഗോ ജ്യൂസ് കുടിക്കുമ്പോൾ മണത്ത് നോക്കിയാൽ നല്ല മാംഗോന്റെ മണമായിരിക്കും. പക്ഷെ മാംഗോ ഉണ്ടാവില്ല മാത്രമല്ല അതില്. അത് തന്നെ, വേറെ ഒന്നുമില്ല. ഇത് മിക്സ് ചെയ്യും. ശാലുവിന്റെ ഒരു പ്രത്യേകതരം കൂട്ടായി. ഈ കസ്തൂരി മഞ്ഞളും പിന്നെ മുൾട്ടാനി മിട്ടിയും മഞ്ഞിഷ്ടയും കൂടി. മറമഞ്ഞൾ അതിന് കിട്ടിയ അവൾക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഞാൻ ആലോചിച്ചു. ഇരിക്കാൻ പറ്റുമെന്ന് ഉപയോഗിക്കേണ്ട രീതിയും എണ്ണയിൽ ചളിച്ചടി. കസ്തൂരി മഞ്ഞളാണത്. എണ്ണയിൽ ചലിച്ചതേ ഇതിലെതിന് എണ്ണയിൽ ചലിച്ച് നവജാത ശിശുക്കളെ തേച്ച് കുളിപ്പിച്ച രോഗാണുക്കളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാം. ദേഹകാന്തി വർദ്ധിപ്പിക്കുന്നു. പനിനീരിൽ ചലിച്ച് വെയിലത്ത് ചൂടാക്കി കുറച്ച് എനിക്ക് മറ്റേ ദിലീപിന്റെ എണ്ണ ചൂടാക്കി വെയിലത്ത് നിർത്തുക. മിക്കവാറും വയറിലേക്ക് ചെല്ലുമ്പോ അതൊക്കെ സംഭവിക്കും. ഇത് തേക്കാൻ പോണത് അമ്മൂന്റെ ശാലിന്റെ മേത്താന്ന് ആലോചിക്കും.
അമ്മുന് എന്ത് ചെയ്യാനും ഭയങ്കര ഇഷ്ടമുണ്ടോ? ഇത് നമ്മള് മാക്സിന്നല്ലേ, ട്രെൻഡ്സിന്നാ മാക്സിന്ന് വാങ്ങിച്ച നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പെർഫ്യൂമാണ്. ഇപ്പുറത്ത് സ്റ്റുഡിയോന്നാണ്, ഇതെല്ലാം സ്റ്റുഡിയോ, ഇത് ശാലാണ്. അയ്യന്റെ ഇത് കളഞ്ഞില്ല, ടാഗ് കളഞ്ഞില്ല. ഇത് ആരുടെ ആയിരുന്നു? ആർജന്റെയാണ്. ഇത് പഴയതാണ് കേട്ടോ, പക്ഷെ കുറച്ച് പഴയതാണ്. ഇത് ശാലു അതെ, അന്ന് അവൾക്ക് വെയിറ്റ് കാരണം കൊണ്ടുപോകാൻ പറ്റാതിരുന്ന സാധനമാണ്. ആവേല് ഇപ്പൊ കണ്ടടിച്ചു മാറ്റും ടൈഗർ. ആവേലിന്റെ മെയിൻ സാധനമാണ്. ആവേലിപ്പോ ഞാനിത് കഴിഞ്ഞിട്ട് അയർലൻഡിൽ പോകുന്ന പറഞ്ഞാൽ ആവേലിരിക്കണേ. അതൊരു ജീൻസ്. ഇതും ശാലു. ഇത് നമ്മളിവിടെ കാണിച്ചോ? മറ്റേ കൊണ്ടുവന്ന വീഡിയോയില്. ഓ, നമ്മള് അതിൽ കാണിച്ച. ഇതെല്ലാം അപ്പൊ നിങ്ങൾ ഓൾറെഡി കണ്ട സാധനങ്ങൾ തന്നെയാ. അപ്പൊ ഇതൊക്കെ ഡ്രസ്സാണ്, ഇതും ഡ്രസ്സാണ്. ഇതൊക്കെ നമ്മളന്ന് കാണിച്ചിട്ടുണ്ട്. ഇതെന്താ? ഇതും നമ്മളന്ന് കാണിച്ച ഡ്രസ്സ് തന്നെയാ. ഇതാണല്ലോ സെക്കൻഡ് പെട്ടി. ഇതാണ് സെക്കൻഡ് പെട്ടി. ഇനി അടുത്തത് നമുക്ക് തേർഡ് പെട്ടിയിലേക്ക് പോവാം പതുക്കെ. ഈ സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനിട്ട കൊച്ചിന്റെ ഹെയർ ബാൻഡുകളാണ് ഈ കാണുന്നത്. ഹെയർ ബാൻഡ്സ് ആണ്. കണ്ട് വെറൈറ്റി ഓഫ് ഹെയർ ബാൻഡ്സ്. ലല്ലി വെച്ച് തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ഒടിഞ്ഞു പോകാൻ നോക്കണം. അങ്ങനെ മൂന്നാമത്തെ പെട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മൂന്നാമത്തെ പെട്ടിയിൽ ഇതേ ഒരു സൈഡ് നിങ്ങൾ കാണുന്നത് മൊത്തം കടലപ്പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, നെയ്യുണ്ട്. ഇത് കിച്ചണിൽ ഉപയോഗിക്കുന്ന തുണിയാ? അല്ല, കിച്ചണിലല്ല, അത് കുളിക്കുമ്പോ ഡെക്കാത്തലുള്ള ടവല്. ഓക്കെ, ഇത് വലിയവരുടെ, ഇത് പിള്ളേരുടെ മീഡിയം. എന്തിനുള്ള ടവല്? മാറ്റവലാണ് ഇത്ര ചെറുതായിട്ടിരിക്കണേ. അതെയോ? അയ്യോ, എന്നാ പറഞ്ഞ എനിക്ക് വാങ്ങിക്കാറുന്നല്ലോടി. ഞാനന്ന് പോയപ്പോ ഓർത്ത്. പക്ഷേ ബ്ലൂ കളർ ഇപ്പൊ ലല്ലിക്കുണ്ടല്ലോ എന്റെ കുഞ്ഞിന്. പിന്നെ പേസ്റ്റ് ഉണ്ട്. പിന്നെ എന്നിട്ട് ഉഴുന്ന് സാമ്പാറ്. ഇതിന്റെ ഇടയിൽ കയറ്റിയ സാധനം ഉണ്ട്, ഈ മുണ്ട്. അവനെടുക്കാനായിട്ട് മുണ്ട് കയറ്റിട്ടുണ്ട് അവൻ. ഉലുവാന് വിഴുങ്ങാനായിരിക്കും അവന്. വെളിച്ചെണ്ണയാ? തലയ്ക്ക് ഓളം. എന്റെ ദൈവമേ. തലക്കില് തേക്കണ പ്രത്യേകമായ വെളിച്ചെണ്ണയുണ്ട്, അത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സാധനം മിസ്സാവാണ്ട് കൊണ്ടുപോകാൻ പറ്റൂട്ടാ. ഇനി അതിന് ഇപ്പുറത്തെ സാധനങ്ങൾ കയറ്റി ഇതിങ്ങനെ ഇപ്പുറത്തേക്ക് തട്ടുമ്പോ ഇതിന്റെ ഇവിടെ ആയിട്ട് ഈശോന്റെ രൂപം വെക്കാനായിട്ട് പുതിയ വീട്ടിലേക്കാണ് പോണത്. അപ്പൊ ആ വീട്ടിൽ വെക്കാനായിട്ടാണ് നമ്മുടെ ഈശോന്റെ രൂപം ഇരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പെർഫ്യൂം. സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ച പെർഫ്യൂം. ഓക്കെ, ഇത് വീണ്ടും ഷാലുവിന്റെ ഹെയർ കളർ പാക്ക്. ഇത് ബന്ധപ്പെട്ട് അല്ല, ഷാലുവിനല്ല, നാച്ചുറൽ ഹെയർ കളറാണ്. ഇതിനകത്തുണ്ട്. പിന്നെ മഞ്ചിഷ്ട, വരമഞ്ഞളൊക്കെ ഉണ്ട്. അത് കാണാൻ നിങ്ങൾക്ക് ഇപ്പൊ ഭാഗ്യമില്ല. പിന്നെ ഇത് റെയിൻകോട്ടാണ് പിള്ളേരുടെ. റെയിൻകോട്ടൊക്കെ എന്തിനാ? അവിടെ മഴ മുടക്കല്ലേ. ഇത് രണ്ടുപേരുടെ കൂടി ഇതിനകത്താണോ? എന്റെ പൊന്നെ, നീലുണ്ട്. ഇതൊക്കെ എപ്പ പോയി വാങ്ങിച്ചത്? ഇതൊക്കെ ആ ബാഗ് ചായക്കടാണ്. ബാഗ് ഇടയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുക. ചാലക്കുടി കോട്ടയറ്റുള്ള അവിടെ നിന്ന് എടുത്താണല്ലേ? ഓക്കെ ഓക്കെ. അടുത്തെടുക്കുക. ഇതൊക്കെ അപ്പൂന്റെ ജീൻസ് ആണ്. അതൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് സ്റ്റുഡിയോയില്. നമുക്ക് ഇത് നമ്മളിങ്ങനെ റോള് ഇതല്ല, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണിച്ചില്ല. ഇത് കുറെ കളക്ഷൻസ് അറ്റ്ലസ്, നമ്മൾ അങ്കമാലി അറ്റ്ലസിൽ നിന്ന് കുറേ ഇതൊക്കെ വീട്ടിലിടാനുള്ള ഐറ്റംസ് ആണ്. ആൻഡ് അതുകൂടെ അറേഞ്ച് ചെയ്ത് വെക്കും. ഇതാ പുനോ ഓൾറെഡി ഇട്ടിട്ടുള്ള, അല്ല നമ്മൾ ഇട്ടിട്ടുള്ള സാധനം. ഇതൊക്കെ വീട്ടിലിടാൻ മേടിച്ചതാണ് കേട്ടോ. അല്ലല്ല, ഇത് വീട്ടിലിടാനല്ല, ഇത് പുറത്തുതന്നെ. എന്താ ഇത് വീണ്ടും ഇത് സ്റ്റുഡിയോയിലെ പെർഫോം ഒന്നും നിൽക്കൂല. ഇതൊരു അടിപൊളി ഐറ്റം ഉണ്ട്. പക്ഷെ ഇത് പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ
എന്നിട്ട് കാണിച്ച് ഓ ഓ ഒരു കിച്ചണിലേക്കുള്ള എല്ലാ കയ്യിലുകളും ഇതിലുണ്ട്. നൈസ്. കണ്ട കത്തി ഒന്നും അവിടെ കിട്ടാണ്ടായിരിക്കും ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോണത്. പ്രിന്റ് ഉള്ളതല്ലോ അല്ല ഫുൾ ബ്ലാക്ക് ആണ് വേണ്ട വേണ്ട. സൂപ്പർ കത്തിയാണ്. ഇതൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ്. ഇത് കണ്ട 179 റുപ്പീസ് ഓൺലി. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. അറ്റ്ലസിന്ന് ഇത് സോക്സ്. ഇതൊക്കെ അറ്റ്ലസിന് ഇത് വീട്ടിലിടാൻ മേടിച്ച സാധനങ്ങളാണ്. സൂപ്പറാണ്. ഇതൊക്കെ വെറും 199 ഉള്ളൂ കേട്ടോ. ഇത്തിരി കട്ടിയുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പത്ത് കട്ടിയുള്ളതാണ് എടുത്തേക്കുന്നത്. അതങ്ങനെ നോക്കിയെടുത്തപ്പോൾ നമുക്ക് അവിടെ നിന്ന് നല്ല ഐറ്റംസ് കിട്ടി. ഓൾറെഡി അമ്മൂൻ്റെ കാണിച്ചിട്ടുള്ളതാണ്. ഇതവിടെ ഇത് അമ്മൂൻ്റെ സോക്സ്. ഇതവിടുത്തെ ഇതും പാൻറ്റാണ് കേട്ടോ കുട്ടികളുടെ. ഈ പിള്ളേരെയും കൊണ്ട് പോണവരെ സമ്മതിക്കണമല്ലോ കുറേ ഐറ്റംസ്. പിന്നെ 2 ഷോളല്ലേ. ഇത് ഷാലിനോടെ പള്ളിപ്പോകുമ്പോൾ ഇടാനായിട്ട് പള്ളിപ്പോകുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷോൾ തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ബാഗിലല്ലേ. ഇനി അടുത്ത ബാഗ് എടുത്താലോ? അങ്ങനെ നമ്മുടെ അടുത്ത പെട്ടി വന്നിട്ടുണ്ട്. ഇനിയുണ്ട് 2 പെട്ടി കൂടി. ചെറിയ പെട്ടികളുണ്ട്. അത് വേഗം തീർക്കത്. ബാഗ് വാങ്ങിച്ചാണ്ട. ട്രോളി ഉണ്ടെന്നോളല്ലേ. ട്രോളിയുള്ള മാറ്റിയാ ആന്തി. ഇവിടെ അമ്മൂന് ബാഗൊന്നും അന്നല്ലേ. അല്ല അമ്മൂന് ബാഗൊന്നും ഇല്ലാണ്ടാണ് അമ്മു ഇതുവരെ ബാഗാണ്. ഇവിടെ പുതിയ ആള് വന്നിട്ട് നമ്മളെ ലല്ലി. അല്ല എല്ലാരെയും നോക്കിട്ട് വീഡിയോ എടുക്കാനിരുന്ന് നമ്മള് എല്ലാം ഇതൊന്ന് വേഗം കാണിച്ചെന്നാ. ഇത് എന്തൊക്കെയാന്ന് വേഗം കാണിച്ചെന്നാ മതി. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രാന്തായി പോകും അല്ലേ. അത് പക്ഷേ ഷേവിങ്ങിൻ്റെതല്ലേ. അഡിഡാസിൻ്റെയാ? അബിഡാസ്. ആ പെർഫ്യൂംസ് പല ടൈപ്പ് ഉണ്ട്. അത് ഏറ്റവും കുറഞ്ഞ ടോയ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ടോയ്ലറ്റ് നാട്ടിൽ ചെയ്തല്ലേ. പല ടൈപ്പ് ഉണ്ട്, കാറ്റഗറി ഉണ്ട്. പെർഫ്യൂമിൻ്റെ സ്മെല്ല് അതനുസരിച്ച് വേരി ചെയ്യും. ഇതൊക്കെ എന്താ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകണം? എനിക്ക് വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള ഇതൊക്കെയാണ് കൊച്ചുങ്ങളുടെ മരുന്ന് വയ്ക്കാനായിട്ട്. ഇത് പുതിയൊരു ഇതുണ്ട്. എന്നിട്ടത് അയൺ ബോക്സ് ഉണ്ട്. പിന്നെ ഇത് എന്നിട്ട് കർട്ടനൊക്കെ എവിടെ ഇടാൻ? അപ്പൊ അതിന് മറ്റേ ഇതിട്ടുണ്ട്. ഇനി അതിന് മറ്റേ കമ്പിയൊക്കെ. എന്റെ പൊന്നെ ഈ ജാതി ഓളങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോക്സ്, കുക്കർ. ആ കുഴപ്പമൊന്നുമില്ല. കുക്കറുണ്ട്, PG-ൻ്റെ കുക്കർ. വീണ്ടും മുളക് പൊടി, മല്ലിപ്പൊടി. ഇത് അങ്ങനെ തന്നെ വെക്കണോട്ടോ. ഇത് ഒരു സെറ്റപ്പിൽ വെച്ചാൽ പൊക്കണില്ല ഇനി കേട്ടോ. പിന്നെ ഡ്രയർ വാങ്ങിച്ചിട്ടുണ്ട്, ഹെയർ ഡ്രയർ ഹാവൽസിൻ്റെ. പിന്നെ എന്നിട്ട് ഇഞ്ച മോളെ കറിയണത് ഫ്രണ്ടിനാണ്. ഇത് വേണ്ട ഫ്രണ്ടിനോണ്ടാണ്. കത്രിയുണ്ട്. ഇതെന്നിട്ട് സാധനം അത്ര ബൾക്കായിട്ട് കൊറേ മരുന്ന് വാങ്ങിച്ചപ്പോ ഫ്രീ ആയിട്ട് കൊടുത്താൽ എല്ലാവർക്കും ഉണ്ട്. അപ്പു അഡ്മിറ്റ് ആയപ്പോ പിന്നെ ഡാഡി അഡ്മിറ്റ് ആയപ്പോ ഉള്ളതുണ്ട് ഇവിടെ. ഇത് അതില്ലെന്ന് പറഞ്ഞ ആഞ്ചന മേടിച്ചതാ. പക്ഷെ ഇപ്പൊ മേടിച്ചതുകൊണ്ട് കളിക്കൊണ്ടുപോകാൻ. ഇത് ആഞ്ചന്റെ സ്വന്തം ഷൂ ആണ്. ഷാലൂനാണല്ലേ. അല്ല ഒന്നുകൂടി ഉണ്ടായല്ലോ അപ്പ. ഇതെന്നൊരു സാധനം. ഇത് നമ്മൾ ചപ്പാത്തി മേക്കർ. ചപ്പാത്തി മേക്കർ അല്ലേ. പിന്നെ ഇടിയപ്പം മേക്കർ ഉണ്ട്. ഇതെന്നൊരു സാധനം. ചിരവ. ദൈവമേ, ചിരവ വരെ കയറ്റിയാണ്. ചിരവ വരെ കയറ്റി. അവിടെ തേങ്ങ ഇട്ടുവോ? ഇനി തേങ്ങയൊക്കെ ഇട്ടുവോ? 4 തേങ്ങയ്ക്ക് വേണ്ടി. എൻ്റെ പൊന്ന് ജാതി ടീമുകൾ. ഹോർലിക്സ് ഒന്നും അവിടെ കിട്ടൂലായിരിക്കും. അതായിരിക്കും പാവങ്ങള്. ബൂസ്റ്റ്, ഹോർലിക്സ്, തേങ്ങ, മാങ്ങ, എല്ലാ സാധനവും. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് പ്രാന്ത് വരണം. ദൈവമേ, അടുത്ത പെട്ടിയിലേക്ക് പോകാൻ നല്ലത്.
ആശ്രീൻ അതെ ആദ്യം അവർ ഇതൊന്നും കൊണ്ടുവരണ്ടെന്ന് പറയും. ഇതൊക്കെ അവിടെ കിട്ടൂലേ, ചെറിയ വിലക്ക് ഇതൊക്കെ കിട്ടും അവിടെ. ശരി സമ്മതിച്ച്. തിരിച്ചിട്ട് ഓൻ എടുത്ത പോലെ വെച്ചേ കുക്കർ ഇതെന്താണ്? ഇത് അവസാനത്തെ 2 പെട്ടിയുണ്ടത്, ചെറിയ പെട്ടികൾ. കൂടുതൽ തുണികളാണ് ഇതിൽ വേണ്ടത്. ഇതിൽ കൂടുതൽ അമ്മൂന്റെ സാധനങ്ങളാണ്. മേക്കപ്പ് സാധനങ്ങളാണ്. അമ്മൂന്റെ ലിപ്സ്റ്റിക്. ബട്ടർഫ്ലൈ നെല്ലി ഇത് എന്തൊക്കെയാ ചേച്ചി കൊണ്ടുപോണത്? കള്ളി ചേച്ചി അമ്മ എന്തൊക്കെയാണ് അവള് സുന്ദരിയായിട്ട് അവിടെ ഐശ്വര്യമാവണതാണ് അവള് കള്ളി അല്ലേ നെല്ലിയെ? ഇത് ഏത് നേരം എന്റെ കയ്യിൽ ഞാൻ തരണുണ്ട്. കണ്ണാടി പിടിച്ചു നോക്കുന്ന പരിപാടി പറഞ്ഞ മേടിച്ചത്. അലിക്കണ്ടത് തുമ്പിയുടെ തുമ്പി ബട്ടർഫ്ലൈ ഉള്ളിൽ തന്നെ കൊള്ളൂല്ലേ? വേണമെങ്കിൽ കവർ മാറ്റണം. അങ്ങനെ ആ സാധനങ്ങൾ. പിന്നെ ഡ്രസ്സുകൾ, അതാണ് ഹൈലൈറ്റ്. പുതിയ ഷർട്ട്, ഡ്രസ്സുകൾ കുറെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പറന്നിരിക്കുന്ന ഒരു ഉടുപ്പാണ്, റാപ്പ് ചെയ്തിരിക്കണാക്കി. ഇവിടെ തണുപ്പിനല്ലേ, തണുപ്പിനെ പ്രതിരോധിക്കാൻ തെർമലക്സ് ഞാൻ ഡ്രസ്സുകളും കാര്യങ്ങളും കാണിക്കാൻ പാടാത്ത കുറേ സാധനങ്ങളും. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും പിള്ളേരുടെയും അവൻ്റെയൊക്കെ ഡ്രസ്സുകളാണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷൂവും കയറ്റിയിട്ടുണ്ട്. അപ്പൂൻ്റെ ഷൂ നേറ്റിക്കിടാനുള്ള ഡ്രസ്സുകൾ. അതിന് സ്കൂൾ ഷൂ ആണേ. അവളുടെ ഡ്രസ്സുകളൊക്കെ ഓക്കെ. അല്ല അതൊന്നും മാറ്റിയിട്ട് കാര്യമില്ല. മാറ്റേണ്ടത് ഇതൊന്നുമല്ല, ആ തേങ്ങയും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റേണ്ടത്. ചിരവയും തേങ്ങയൊക്കെ. ഹാൻഡ് ക്യാരി എത്ര? 3 പെട്ടിയാ? ആ നടന്നത് തന്നെ 7 കിലോ അല്ലേ മൊത്തം? ആ ഓക്കെ ഫൈൻ. ഇതെങ്ങനെയാ കൊണ്ടുപോണത്? ഈ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകണം? ആ അല്ല ഇതൊക്കെ എങ്ങനെയാ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകണം? എനിക്കൊരു ഐഡിയ കിട്ടണല്ലോ. അപ്പൊ കണക്റ്റിംഗ് ഉണ്ടോ ഫ്ലൈറ്റ്? അപ്പോൾ ലഗേജ് എടുത്തിട്ട് പോകണം അല്ലേ? അല്ല ഇതിൽ ഒരെണ്ണം കയറ്റി വിടാൻ പറ്റുമോ മറ്റേതിൻ്റെ ഒപ്പം? മെയിൻ ഗുഡ്സിൻ്റെ ഒപ്പം? അതെ എന്നാ ഓക്കെ. 3 പേർ കൂടി എത്ര കിലോ പറ്റുമെന്ന് പറയണേ? 21 അല്ലേ? 90 + 21 കിലോ ആണ് മൊത്തം അല്ലേ? ഇപ്പം എത്ര കിലോ ആയി മൊത്തം കൂട്ടി നോക്കിയിട്ട്? ബീഫ് പിന്നെ ചില പെട്ടിയിൽ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ നോക്കിയിട്ട് ഒരു ഗ്യാപ്പും കണ്ടില്ല. എന്തായാലും ഇതൊക്കെ തന്നെ വീഡിയോ. ഇത്ര സാധനങ്ങളായിട്ടാണ് പോണത്. നമുക്കും വിഷമമുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോണത്. വരും വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആരും ഇതിനൊന്നും മിസ്സാക്കല്ലേന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇതെല്ലാം ഭദ്രമായിട്ട് അവിടെ എത്താൻ പറ്റണത്. ഇതെല്ലാം കൂടി നമുക്ക് റാപ്പ് ചെയ്യണം. ഇതൊക്കെ കാണുമ്പോ ആവേലെന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ഇവിടെ പോയാൽ മതി എന്നാണ്. അയർലൻഡിൽ പോണെന്നുകൊണ്ടിരിക്കുന്നത്. അയർലൻഡിൽ പോകുമ്പോൾ മേടിക്കൂട്ടോ. ഇതൊന്നും കൂടാണ് നമ്മൾ 2 ഹെഡ് പില്ലോ അത് നമ്മൾ പോകുമ്പോൾ കാണിച്ചാൽ അത് നമ്മൾ പിള്ളേർക്ക് ട്രാവലിംഗ് പില്ലോ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ് ബാക്കി യാത്രാ വീഡിയോസ്.